നിങ്ങളുടെ സ്പെഷ്യൽ പേഴ്സൻ്റെ ഇന്നത്തെ ഏർലി മോർണിംഗ് തോട്ട്സ് എന്തായിരുന്നു എന്ന് നോക്കാമോ? നമുക്ക് കാർഡ്സ് ഷഫിൾ ചെയ്ത് ഞാൻ വെച്ചിരിക്കുക, എടുക്കാം കേട്ടോ. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ നിങ്ങൾ ഓർത്തുകൊണ്ടാണ് അവർ എണീറ്റത്. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാണണം എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അവർക്ക് ഉറക്കം ശരിയായിട്ടില്ല, രാത്രി മൊത്തം സ്ട്രെസ്സായിരുന്നു, ഉറങ്ങാൻ തീരെ സാധിക്കാത്ത ഒരു സ്ഥിതിയായിരുന്നു. നിങ്ങളെ മിസ്സിങ് എനർജി തന്നെയാണ് അവിടെ കാണുന്നത്. ഓവർ തിങ്കിങ് കാണുന്നുണ്ട്. അവരെന്തു ചെയ്യുമ്പോഴും രാവിലെ എണീറ്റ പാടെ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചത്. എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കണം എന്നൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. നിങ്ങളോട് എന്ത് പറയണം, എന്ത് സംസാരിക്കണം, നിങ്ങളെ കാണുകയാണെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടതെന്നതിനൊക്കെ പറ്റിയിട്ട് ഇവരിങ്ങനെ ഒരു റിഹേഴ്സൽ പോലെ ആലോചിക്കുന്നുണ്ടായിരുന്നു. ചിലർക്കെങ്കിലും ഒരു മാരീഡ് പേഴ്സണുമായിട്ടാണ് റിലേഷൻ ഉള്ളത്. ഓക്കെ, ഇവർ കുറച്ച് ട്രഡീഷണലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ റിലീജിയസ് ഫാക്ടേഴ്സൊക്കെ കുറച്ച് മുറുകെ പിടിക്കുന്ന ഒരാൾക്കാരാണ്, ട്രഡീഷൻസൊക്കെ മുറുകെ പിടിക്കുന്ന ആൾക്കാരാണ്. 4 പേര് ഇവരുടെ അടുത്ത് അഡ്വൈസൊക്കെ ചോദിച്ച് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്കുണ്ട്. അവരതിനെ പറ്റിയിട്ടും ആലോചിക്കുന്നുണ്ട്. അവർക്ക് ഈ റിലേഷനും മുന്നോട്ട് കൊണ്ടുപോകണം, അതേസമയം ട്രഡീഷൻസ് വിടാനും വയ്യ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അതെങ്ങനെ സാധിക്കും എന്നൊക്കെ അവർ ആലോചിക്കുകയായിരുന്നു. സിറ്റുവേഷൻസ് എന്ത് തന്നെ ആയാലും അത് ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത് കാര്യങ്ങൾ കറക്റ്റ് ആക്കണം, ഒന്ന് ശരിയാക്കി എടുക്കണം എന്നൊക്കെയും ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ആകെ മൊത്തം ചിന്തകൾ മൂലം ഇവർക്ക് ആകെ ഒരു എക്സോഷൻ, കാരണം രാത്രി ഉറങ്ങിയിട്ടുമില്ല. അപ്പോൾ ആകെപ്പാടെ ഒരു ക്ഷീണം തോന്നുന്നുണ്ട്. റെസ്റ്റഡ് ആയിട്ടല്ല ഇവർ ഉറങ്ങി എണീറ്റിരിക്കുന്നത്. ആകെപ്പാടെ ഒരു ക്ഷീണം ഇവർക്കെന്ന് തോന്നുന്നുണ്ട്. ഫൈനാൻസസിനെ പറ്റിയിട്ടും ചിലർ ബോധേഡാണ്. ഓക്കെ, കാരണം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം അല്ലേ? അതിനെ പറ്റിയിട്ടും അവർ ആലോചിക്കുന്നുണ്ട്. കാരണം ജോലി ഒക്കെ ആയി ഒന്ന് സ്റ്റേബിൾ ആയതിന് ശേഷമേ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തതിന് ശേഷമേ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വിളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തയും ഇവർക്കുണ്ടായിരുന്നു. ഇമ്പൾസീവായിട്ട് ഒന്നും ആലോചിക്കാതെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്നും ആഗ്രഹമുണ്ട്. ആകെ മൊത്തം ഒരു മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു ഇവർക്ക് ഇന്ന് രാവിലെ കേട്ടോ. ഓവർ തിങ്കിങ് ആയിരുന്നു, നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണമെന്നുണ്ട്, മിസ്സിങ് എനർജി ഉണ്ട്. മിസ്സിങ് എനർജി മൂലമാണ് എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നൊക്കെ ഇവർ ആലോചിക്കുന്നത്.